എടാ വേണ്ടടാ, വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ, വെറുതെ പറഞ്ഞതാ. നീ കേറി വാ. എടാ കേറി വാടാ, ആ ഷൂവും ഡ്രസ്സൊക്കെ ഇപ്പൊ നനയും. കേറി വാ, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ വാ. നിനക്കാവുമ്പോ പിന്നെ ഞാൻ അല്ലാണ്ട് വേറെ ആരെ പൊട്ടിച്ചേരാ? എനിക്ക് സഞ്ജു പൊട്ടിച്ചെന്നുണ്ടടാ. അത് കുഴപ്പമില്ല, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. അമ്മേ അമ്പലം കൊടുത്തിരിക്കുന്ന ഇനി ആ വണ്ടി ഇത് മതിയായിരുന്നു. ഇങ്ങനെ ചിരിച്ചിരുന്നാ മതിയാ? എന്താ എന്റെ ഫ്യൂച്ചർ പ്ലാൻ? നമ്മുടെ ആണോ? അല്ല, നിന്റെ. എന്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇതിനേക്കാൾ ബെറ്റർ ഒരു ജോലി, കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്, പിന്നെ ഇതുവരെ വഴക്കിട്ടിരിക്കാനും തമാശ പറഞ്ഞിരിക്കാനും നിന്നെ പോലെ ഒരാളും. എന്നെ പോലെ ഒരാളാ? എന്നെ വേണമെന്നാണോ? കിട്ടിയാ കൊള്ളാം. കഷ്ടപ്പെട്ട് പൊട്ടിച്ചാ നോക്കില്ല, കൊളഞ്ഞ. നിന്നെ തന്നെ പറയണമെന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടില്ലേ. അതുകൊണ്ടാണ് നിന്നെ പോലെ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നീ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിരിക്കുള്ളൂ. സ്വപ്നമെങ്കിൽ സ്വപ്നം, എന്തായാലും നിന്റെ കൂടെ അല്ലേ. സ്വപ്നത്തിലെങ്കിലും തോന്നി, അങ്ങനെ ഒരു പാട്ടില്ലേ? സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഓ അതാണല്ലേ, ഓർത്താ മതി. സുമംഗലി എന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ പെണ്ണ. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ആലോചിച്ചാൽ മതിയാ. അങ്ങനെ ഇപ്പൊ നീ പോവാണെങ്കിൽ ഞാൻ എന്താ ചെയ്യപ്പോ? അക്സെപ്റ്റ് ചെയ്യാ. ഗുഡ് ന്യൂസ് ഉണ്ട്, ബാഡ് ന്യൂസ് ഉണ്ട്. ഏതാ വേണ്ട ആദ്യം? ബാഡ് ന്യൂസ്. നീ അല്ലെങ്കിലേ ബേടാ. ആ പെണ്ണ് പോയതിനു ശേഷം ഇവൻ ഫുള്ള് ബേടാ. നീ കാര്യം പറഞ്ഞ, ഗുഡ് ന്യൂസ് പറഞ്ഞ. ബാഡ് ന്യൂസ്. ഞാൻ ഇപ്പൊ ഏതാ പറയണ്ടേ? ബാഡ് ന്യൂസ് കേട്ടാ മതി. അതാകുമ്പോ ബാഡ് അടിച്ചിരിക്കുമ്പോഴേ ഗുഡ് ന്യൂസ് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. ശരിയാ പറഞ്ഞ. ഞാനിവിടുന്ന് പോവാ, അതാ നിന്റെ അടുത്ത് പറയാണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് എല്ലാവരുടെ അടുത്തും പറയണം. ഞാനിവിടുന്ന് പോവാ.